റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അനുവദിച്ച ശൈലി കേട്ടോളേ. ഉമ്മു അത്തിയ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, സഹീഹിലാണ്. എന്താണ്? പെരുന്നാൾ ദിവസത്തിൽ സ്ത്രീകൾ എന്ത് വേണം? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പെരുന്നാൾ മൈതാനത്തിലേക്ക് ചെല്ലണം. റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്. സാധിക്കുമെങ്കിൽ സ്ത്രീകൾക്ക് പെരുന്നാൾ രാവിലെ മൈതാനത്ത് പോയി പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ചെല്ലണം. അവർക്ക് ഹൈദുണ്ടായിരുന്നാലും ശരി, റസൂലിന്റെ വാക്കാണ്, ഞാൻ പറയല്ല. അവർക്ക് ഹൈദുണ്ടായിരുന്നാലും ശരി. എന്തിനാണ്? ആ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം ചെയ്തതായ ആ സൽക്കർമ്മത്തിന്റെ റിസൾട്ടും അതിനുള്ളതായ പ്രതിഫലവും പ്രഖ്യാപിക്കപ്പെടുന്ന രംഗമാണ് പെരുന്നാൾ ദിവസം. ആ അനുഗ്രഹത്തിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ്, നിർബന്ധ കൽപ്പനയല്ല. ഇത് സുന്നത്താണ്. എന്തുകൊണ്ട്? പെരുന്നാൾ നിസ്കാരം തന്നെ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം തന്നെ സുന്നത്താണ്. അപ്പോൾ അവിടെ പെണ്ണുങ്ങൾക്ക് പോക്ക് നിർബന്ധമല്ല, ഏത് ആണുങ്ങൾക്ക് തന്നെ പോക്ക് സുന്നത്താണ്. മനസ്സിലായില്ലേ? ആ പോക്ക് പോകുമ്പോൾ അവിടുന്ന് ചോദിക്കുന്നു, ഞങ്ങൾ എന്നിട്ട് പല സ്ത്രീകൾക്കും കൂടെ പർദ്ദ ഉണ്ടാവാറില്ല, അപ്പോൾ എന്ത് വേണം ദൂതരെ? റസൂലിന്റെ മറുപടി കേട്ടോളീൻ, പർദ്ദ സ്വന്തമില്ലെങ്കിൽ അയൽവാസി സ്ത്രീയോട് വായ്പ വാങ്ങിയിട്ടെങ്കിലും പോകട്ടെ. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് പെരുന്നാളിലാണ്. മനസ്സിലായില്ലേ? എന്നാൽ മറ്റു 5 വക്ത് നേരമുള്ള നമസ്കാരത്തിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പുരുഷന്മാരോടൊരു കാര്യം പറഞ്ഞു, സ്ത്രീകൾ മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞു. പുരുഷന്മാരോട് പറഞ്ഞത് പിന്നെ കേൾക്കാം. സ്ത്രീകളോട് എന്ത് പറഞ്ഞു? സ്ത്രീകളോട് നിങ്ങളുടെ വീട്ടിൽ നമസ്കരിക്കലാണ് ഉത്തമം. അത് സഹിഹായ ഹദീസ് തന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ നമസ്കരിക്കലാണ് ഉത്തമം. അപ്രകാരം തന്നെ പുരുഷന്മാരോട് പറഞ്ഞു. അത് മുസ്ലിമിലാണ്, സഹീഹുൽ ബുഖാരിയിലും ഉണ്ട് ചില ഭാഗങ്ങൾ. എന്ത്? നിങ്ങളുടെ അള്ളാന്റെ അടിമ സ്ത്രീകൾ നിങ്ങളോട് അള്ളാന്റെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ അവരെ നിങ്ങൾ തടയരുത്. ഇത് മുസ്ലിമിലാണ് ഹദീസ്. മനസ്സിലായില്ലേ? തടയരുത് എന്ന വാക്ക് റസൂല് പറഞ്ഞതിനെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത വേളയിൽ അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാൾ, റസൂലിനെ കാണാത്ത വ്യക്തിയാണ്, മക്കളിൽ ഒരാൾ എൻ്റെ ഭാര്യയെ ഞാൻ തടയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ അഥവാ സഹാബി എൻ്റെ ഭാര്യയെ ഞാൻ തടയുമെന്ന വാക്ക്, റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു എന്ന വാർത്ത സഹാബിയായ ഇബ്നു ഉമർ കേട്ടപ്പോൾ ആ ഇബ്നു ഉമർ ശപഥം ചെയ്യുന്നു, അവനോട് മരണം വരെ ഞാൻ സംസാരിക്കുന്നതല്ല. ആരോട്? കുട്ടിയോട്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി തടയരുതെന്ന് പറയുമ്പോൾ അവൻ തടയുമെന്നാ പറയാൻ, തടയുമെന്ന് പറയാനോ? മനസ്സിലായില്ലേ? അപ്പോൾ നാം എന്ത് പഠിച്ചു? ഇസ്ലാം റസൂലുള്ളാഹി പെണ്ണുങ്ങളോട് പറഞ്ഞു വീട്ടിലാണ് ഉത്തമമെന്ന്. എന്ന് പറഞ്ഞാൽ ഉത്തമം എന്നതിൻ്റെ അർത്ഥം ഒരു സാധനം ഉത്തമമെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ഗ്ലാസ് നിങ്ങൾ പാനീയം എൻ്റെ മുമ്പിൽ കൊണ്ടു തന്നു. എന്നോട് ചോദിക്കുകയാണ്, ഒരാൾ ഉണ്ടാക്കിയത് നെസ്കാഫയാണ്, മറ്റാൾ ഉണ്ടാക്കിയത് ഈ പാനീയമാണ്. എന്നിട്ട് ഓരോ വ്യക്തിയും ചോദിക്കുകയാണ് ഏതാണ് നല്ലത് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു നെസ്കാഫ നല്ലതാണ്. അതിൻ്റെ അർത്ഥം മറ്റത് വെടുക്കുന്നോ? അല്ല, മറ്റവും നല്ല തന്നെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടത് നെസ്കാഫയാണ്, മറ്റവും നല്ല തന്നെയാണ് എന്ന അർത്ഥത്തിലേക്കാണ്. സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം എന്നതിന്റെ അർത്ഥം എന്തല്ല? പള്ളി ഉത്തമമല്ല എന്നല്ല. പള്ളി ഉത്തമമല്ല എന്ന് അതിന് അർത്ഥമാക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് പറഞ്ഞു, ഷർത്തൊത്ത നിബന്ധന ഒത്ത രൂപത്തിലാണ് പെണ്ണുങ്ങൾ ചോദിക്കുന്നതെങ്കിൽ എന്ന് ആ പറച്ചലിന് അർത്ഥമുണ്ട്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലയിടങ്ങളിലായി നിബന്ധന പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾ വാസന ദ്രവ്യം പൂശി പോകാൻ പാടില്ല, പർദ്ദ ധരിക്കാതെ അല്ലാതെ പോകാൻ പാടില്ല, മിശ്രമാവാൻ പാടില്ല, അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹത്തെ കാംക്ഷിച്ചു കൊണ്ടുള്ള പോക്കായിരിക്കണം. പോകുമ്പോൾ ഉത്തരവാദപ്പെട്ടവരോട് അനുവാദം വാങ്ങണം. ഭർത്താവിനോടോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട വാപ്പയോടോ അളാപ്പയോടോ അനുവാദം വാങ്ങണം. പോകുന്ന പള്ളിയിൽ മിശ്രമായി നിസ്കാരം പാടില്ല. ഇങ്ങനെയുള്ള നിബന്ധനയൊക്കെ ഒത്തിട്ടാണ് നിന്റെ കെട്ടിയ പെണ്ണ് നിന്നോട് ചോദിക്കുന്നത് ഞാൻ പോകട്ടെ എന്നെങ്കിൽ പുരുഷനോട് റസൂലിന്റെ കൽപ്പന എന്താണ്? തടയരുത്. നിബന്ധന ഒത്താൽ നിന്റെ വീട്ടിലുള്ള ബാധ്യത നിർവഹിക്കുന്നതിനും അവൾ വീഴ്ച വരുത്താൻ പാടില്ല. അതൊക്കെയാണ് മുഖ്യം. കുട്ടികളെ വളർത്തുക, ശിക്ഷണം നടത്തുക, നിനക്കുള്ളതായ നീ നമസ്കരിച്ച് വരുമ്പോൾ, ജോലി ചെയ്ത് വരുമ്പോൾ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തയ്യാറാക്കുക, അതൊക്കെ അവളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അതിലും വീഴ്ച വരുത്താൻ പാടുള്ളതല്ല അവളുടെ പള്ളിപ്പോക്കിലൂടെ. മനസ്സിലായില്ലേ?
അതും കൂടി മനസ്സിലാക്കണം. അങ്ങനെയാണ്, അതുകൊണ്ടാണ് റസൂല പറഞ്ഞത് അസ്മാ ബിൻത് യസീദ് സെക്കൻഡിനോട്, എന്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാർ ചെയ്യുന്ന സർവ്വ അമലിന്റെയും കൂലിയുണ്ട്. അവരുടെ നമസ്കാരത്തിന്റെ കൂലി, അവരുടെ ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന്റെ കൂലി, അവരുടെ ഉംറയുടെ കൂലി, അവരുടെ ഹജ്ജിന്റെ കൂലി, അവരുടെ ജിഹാദിന്റെ കൂലി എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ സ്ത്രീകൾ കൂലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുട്ടികളെ ഉണർത്തേണ്ട സമയത്ത് ഉണർത്തുക, ഭർത്താവിനെയും അവർക്ക് നിസ്കാരത്തിൽ പള്ളിയിലേക്ക് ജമാഅത്തിൽ പോകാനുള്ള ചുറ്റുപാട് അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതെല്ലാം ചെയ്തിട്ട് അവർക്ക് സഹായിയായി മാറിയാൽ അവർ നമസ്കരിക്കും. നമസ്കാരത്തിന് ജമാഅത്തിന്റെ കൂലി ആ പെണ്ണുങ്ങൾക്ക് വീട്ടിൽ നിസ്കരിച്ചാൽ കിട്ടും. മനസ്സിലായില്ലേ? അതിൽ പ്രയാസപ്പെടേണ്ടതുമില്ല. ഇനി ഈ നിബന്ധന ഒത്തിട്ട് ഒരു ജോലിയുമില്ല, ഒരു തിരക്കുമില്ല, ഒരു പ്രയാസവുമില്ല. വീട്ടുകാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെയ്യേണ്ട ആൾക്കാരൊക്കെ അവിടെയുണ്ട്. ആ രൂപത്തിൽ ഭാര്യ ചോദിച്ചാൽ, അല്ലെങ്കിൽ പെങ്ങൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ അളാമ മൂത്തമ്മമാർ, നമ്മുടെ കസ്റ്റഡിയുള്ള സ്ത്രീകൾ ചോദിച്ചാൽ, റസൂലിന്റെ കൽപ്പന നിബന്ധന ഒത്താൽ തടയാനും പാടില്ല. ഇതാണ് മിതമായ ഇസ്ലാമിക വിധി, ഖുർആനിലൂടെ സുന്നത്തിലൂടെ നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് ഒരു സഹാബി പെണ്ണും ഒരു റസൂലുള്ളാഹിന്റെ ഭാര്യയും അല്ലാഹു റസൂൽ പോയി എന്ന് ഒരു തെളിവുമില്ല എന്നൊക്കെ പറയുന്ന വെറുതെ പറഞ്ഞ ആൾക്കാരെ കുഴപ്പത്തിൽ ഉണ്ടാക്കലാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ഉമ്മു സലമ മദീനത്തെ, ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളതാണ്, ഉമ്മു സലമ മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ടണ്ടൊക്കെ കെട്ടി അവിടെ വള്ളിയൊക്കെ കെട്ടി. റസൂൽ എന്താ വള്ളി? ഉമ്മു സലമ കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ക്ഷീണം വരുമ്പോൾ പിടിക്കാനുള്ളതാണ്, പൊട്ടിച്ച് കളയാൻ വേണ്ടി അത്ര പ്രയാസപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾ ക്ഷീണം വരുമ്പോൾ നിസ്കാരം നിർത്തുക, സുന്നത്ത് നമസ്കാരം നീട്ടി വലിച്ച് പ്രയാസപ്പെട്ട് നിസ്കരിക്കേണ്ടതില്ല. നിങ്ങളുടെ നഷാത്ത് എത്രയുണ്ട്, അഥവാ ആരോഗ്യവും ഇൻട്രസ്റ്റും എത്രയുണ്ട് അത്ര നിസ്കരിക്കുക എന്ന് കൽപ്പിച്ച വാർത്തയും സഹീൽ കാണാം. ഉമർ ബിൻ ഖത്താബ്, ആരാ ഉമർ? നിങ്ങളൊക്കെ അറിയില്ലേ ഉമർ എന്നൊക്കെ പറഞ്ഞാൽ? പെണ്ണുങ്ങൾ പേടിക്കുന്ന പോകട്ടെ, ലോകം പേടിക്കുക. പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ പരിസരത്ത് ഇരുന്നിട്ട് മസാലയൊക്കെ ചോദിക്കും മദീനത്തെ പള്ളിയിൽ. ഉമറിനെ കണ്ട എല്ലാവരും ഓടും. റസൂലുള്ളാഹി രസത്തിലാണെങ്കിൽ ആ ഓട്ടം കണ്ടപ്പോൾ പറഞ്ഞ്, പെണ്ണുങ്ങൾ ഓടിയതിൽ അത്ഭുതമില്ല, ഈ ഉമറിനെ പിശാച് കണ്ട പിശാച് ഓടലാണ്. പിശാച് ഉമറിനെ കണ്ട ഓടല. പിന്നെ പെണ്ണുങ്ങൾ ഓടിയല്. പിന്നെ ചോദിച്ചു, നിങ്ങളെന്താ എന്നെ കാണുമ്പോൾ ഓടലും റസൂലുള്ളാഹിനെ പ്രയാസപ്പെടുത്തലും? റസൂലുള്ള കിർഫയുള്ള ആളാണ്, എന്ത് ചോദിച്ചാൽ ദേഷ്യപ്പെടൂല, നിങ്ങൾ അങ്ങനെയല്ലല്ലോ എന്ന് മറുപടിയും പെണ്ണുങ്ങളെ മറുപടി. ഇതൊക്കെ സഹീലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഉമറിന്റെ ഭാര്യ ആതിക എന്നാണ് എൻ്റെ ഓർമ്മ, ഭാര്യ നിബന്ധന വെച്ചു എന്നൊക്കെ ഹദീസിലുണ്ട്. എന്ത്? എനിക്ക് പള്ളിയിൽ പോയാലേ തീരുന്നു. നിബന്ധന ഒത്തിട്ട് തന്നെ നിക്കാഹ് നടന്നു. ആ ഭാര്യ ആതിക റളിയല്ലാഹു തആല അൻഹ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് കടാരി കൊണ്ട് കുത്തേറ്റ് റസൂലുള്ളാഹിന്റെ പള്ളിയുടെ അകത്തുള്ള മെഹ്റാബിൽ നിലംപതിക്കുമ്പോൾ ബേക്കിൽ മമൂമത്തായിട്ട് നിസ്കരിക്കുകയായിരുന്നു. ഉമറിന്റെ ബേക്കിൽ മമൂമത്തായിട്ട് നിസ്കരിക്കുകയായിരുന്നു. റസൂല് മരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ മരിച്ചു റളിയല്ലാഹു തആല അൻഹു. ഉമറിന്റെ ഭരണകൂടത്തിന്റെ അവസാനം. അതുവരെ അപ്പോൾ സ്ത്രീകൾ പോക്കുണ്ട്. പിന്നെ ഞാൻ ആരാന്റെ ചോറ് തിന്നിട്ട് ഓതിയ 10 കിതാബിലും അതുപോലെയുള്ള ഏത് കിതാബിലും പെണ്ണുങ്ങളുടെ സഫ് പിന്നിലും ആണുങ്ങളുടെ സഫ് മുമ്പിലും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ദീനിലില്ലാത്തതെങ്കിൽ പിന്നെ എന്തിനാ പള്ളി ദർസിൽ പഠിപ്പിക്കേണ്ട ആവശ്യം? ഇന്ന് വരെ പഠിപ്പിക്കുകയാണ്. പെണ്ണുങ്ങളുടെ സഫ് ബാക്കിൽ, പുരുഷന്മാരുടെ സഫ് മുമ്പിൽ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിലുള്ള ഒന്നും ഇല്ല എന്ന് പറയാൻ പാടില്ല. പക്ഷെ അതിനെ ഞാൻ പറഞ്ഞ രൂപത്തിൽ ബാലൻസ് ശരിയാക്കി മനസ്സിലാക്കി ഫിറ്റാക്കുക, അത്രയേ ഉള്ളൂ. പർദ്ദ ധരിച്ചു കൊണ്ട് പോവുകയാണെങ്കിൽ